മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിതാ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരപുഷ്ടിക്കും അസുഖങ്ങൾ മാറാനൊക്കെ ഉള്ള ഒരു കർക്കിടക ഉണ്ടയാണിത്. ഉണ്ടോ? നമുക്കിങ്ങനെ എത്ര വലിപ്പം വേണോ അത്ര വലിപ്പത്തിനനുസരിച്ച് നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടെയും നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾക്ക് കർക്കിടക ഉണ്ടയിലേക്ക് വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വറുത്തെടുക്കുക. അതുപോലെ കുറച്ച് 250 ഗ്രാം മട്ടയരി എടുത്തിട്ടുണ്ട്. ഞവരരി കിട്ടിയാൽ അതാണ് നല്ലത്. എനിക്ക് ഞവരരി കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ മട്ടയരി എടുത്തത്. നല്ലോണം കഴുകിയിട്ട് നല്ലോണം വെള്ളമെല്ലാം വാർത്ത് വയ്ക്കണം. വെള്ളമെല്ലാം ഒപ്പിക്കളയണം. വെള്ളമെല്ലാം വാർന്നതിന് ശേഷം വേണം നമുക്ക് വറുത്തെടുക്കാൻ. ഇതേപോലെ ഇത് എടുക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലോണം കഴുകി ഉണക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 250 ഗ്രാം മട്ടയരി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടത് വറുത്തെടുക്കാം. ഞവരരി ആണെങ്കിൽ കുറച്ചുകൂടി ഒരു പോഷകമൂല്യം കൂടുതലുണ്ടാവും മട്ടയരിയേക്കാളും. കിട്ടുന്നവർ അത് തന്നെ എടുക്കണം. ഞാനിപ്പോൾ അത് കിട്ടാത്തത് കൊണ്ടാണ് മട്ടയരി എടുത്തത്. അപ്പോൾ നമ്മുടെ അരിയെല്ലാം നല്ലോണം വറുത്ത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് അരി മാറ്റാം. കരിഞ്ഞു പോകരുത്, കരിയാതെ സൂക്ഷിക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. 50 ഗ്രാമാണ് എടുത്തത്. 250 ഗ്രാം അരിയാണ്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. കറുത്ത എള്ള് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. എള്ളിൻ്റെ പോഷക ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നല്ലോണം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റാമിനും കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറിനും എല്ലാ എള്ളും നല്ലതാണ്. പിന്നെ എല്ലിൻ്റെ തേയ്മാനത്തിന് എല്ല് വളരെ ഉത്തമമാണ്. പിന്നെ ഇതിൽ ധാരാളം കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഈ എള്ള്. പിന്നെ ഈ വിളർച്ചയുള്ളവർക്കൊക്കെ എള്ള് ശരീരത്തിന് നല്ല ബലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതെ ഇങ്ങനെ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കണം. ഇതൊക്കെ വറക്കുന്നതിന് ഒരു ഇരുമ്പ് ചീനച്ചട്ടി തന്നെയാണ് നല്ലത്. എള്ളിൽ നല്ലോണം നമ്മളുടെ ഇരുമ്പിൻ്റെ അംശം നല്ലോണം അടങ്ങിയിട്ടുണ്ട്. എള്ള് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എള്ള് വാതരോഗികൾക്കും നല്ലൊരു ഉത്തമമായിട്ട് ഒരു ഔഷധിയാണിത്. എള്ള് കരിഞ്ഞു പോകാതെ വേഗം എടുക്കണം. എല്ലാം കൂടെ നമ്മൾക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മുടെ അടുക്കളയിൽ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നതാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായൊരു സാധനമാണ് ജീരകം. ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാം ഇല്ലാതാക്കാനും പിന്നെ ഈ ജീരകത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ജീരകം അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്കിതും പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അയമോദകമാണ്. ഈ അയമോദകം വയറിൻ്റെ ആരോഗ്യത്തിന് എത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ അയമോദകം ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ല ഉത്തമമാണ്. ഇതാ നമ്മളുടെ അയമോദകം കൂടെ എല്ലാം വറുത്ത് വരുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഈ അയമോദകം ദഹനത്തിന് എത്ര നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റാം.
ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. ഈ കരിഞ്ജീരകം നമ്മളുടെ ഇതിലെ ബ്ലഡ് പ്രഷർ അത് കുറയ്ക്കാനും പിന്നെ ആസ്തമയ്ക്കുമൊക്കെ നല്ലൊരു മരുന്നാണ്. കൂടാൻ പറ്റാത്ത ഘടകങ്ങളായിരുന്നു ഇത്. കരിഞ്ജീരകം, ജീരകം, പിന്നെ അയമോദകം, ഉലുവ എല്ലാം. കർക്കിടകത്തിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്ന സമയമാണെന്ന് നല്ല പറയാം. അപ്പോൾ ഇത് ദിവസം ഓരോരുണ്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. അപ്പം ഇത് നമ്മൾക്ക് പാത്രത്തിൽ നിന്ന് ചീൻചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പാത്രത്തിലേക്ക് ആക്കാം. നേരത്തെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആശാളിയാണ്. ആശാളി ഓർമ്മശക്തിക്ക് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ അമ്മമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ഒക്കെ ആശാളി നല്ലൊരിതാണ്. ഈ ആശാളി കഴുകാതെ തുണിയിലൊന്ന് തുടച്ചെടുത്തിട്ട് വേണം ഇത് വറുക്കാൻ. കഴുകിക്കഴിഞ്ഞാൽ ഒരുമാതിരി വെള്ളം വീണാൽ കൊഴുപ്പ് മാതിരിയാവും. ഇത് നമുക്ക് വേഗം പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് കിട്ടും. ഇത് ഞാൻ വറക്കാൻ പോകുന്നത് ഉലുവയാണ്. ഉലുവയെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. തടി കുറയാനും പിന്നെ ഇത് ഷുഗർ കുറയാനും വയറിന് ആരോഗ്യത്തിനൊക്കെ നല്ലതാണിത്, ദഹനത്തിന്. ഇനി അടുത്തത് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് 50 ഗ്രാം ബദാമാണ്. ഫൈബറും വിറ്റാമിനും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു നട്സാണിത്. ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാം കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ബദാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പം നമ്മളിതെല്ലാം നല്ലോണം വറുത്തെടുത്തു. ഇതിലേക്ക് ചേർക്കുന്നത് 2 കപ്പ് തേങ്ങയാണ്. അതൊന്ന് വറുത്തെടുക്കണം. നല്ല ചുവപ്പ് കളറാവൊന്നും വേണ്ട, അതിൽ ജലാംശം ഒന്ന് വറ്റിയാൽ മതി. തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ വറുത്തെടുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ലോണം നാറിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വറുത്തെടുത്തിരിക്കുന്നത് മട്ട അരി, ജീരകം, എള്ള്, അയമോദകം, കരിഞ്ജീരകം, ആശാളി, ബദാം, ഉലുവ. ഇതാ ഞാനിവിടെ 2 കരിപ്പട്ടി എടുത്തിട്ടുണ്ട്. കരിപ്പട്ടി കിട്ടിയില്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. അപ്പം കരിപ്പട്ടി കിട്ടിയതുകൊണ്ട് ഞാൻ കരിപ്പട്ടി എടുത്താണ്. പക്ഷേ കരിപ്പട്ടിയാണ് ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ ഇത് നമ്മൾക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതാ ഇവിടെ 2 കരിപ്പട്ടീൻ്റെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇത് ഉരുകി കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഉരുകിയതിന് ശേഷം അരിച്ചെടുത്ത് നമ്മൾക്കിതിന് ആറിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ പൊടിയിലേക്ക് മിക്സ് ചെയ്യണം. നമ്മളെല്ലാം പൊടിച്ചെടുത്തതെല്ലാം ഇതങ്ങനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഉണ്ടയാക്കി എടുക്കണം. അതിന് മുമ്പ് നമ്മൾക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഏലക്ക പൊടിച്ച് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പട്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം.
അതായത് ഇവിടെ ഇങ്ങനെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾക്കിത് കുറച്ച് ഉണ്ടകളാക്കി ഉരുട്ടിയെടുക്കാം. അതായത് കണ്ടില്ലേ, നമ്മുടെ വളരെ ആരോഗ്യപ്രദമായ കർക്കിടക ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. കർക്കിടക മാസത്തിൽ ഇതുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.